നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 മെയ് 31, ജൂൺ 1 എന്നീ തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ മെയ് 30 പകൽ ഉച്ചയ്ക്ക് ശേഷം 3:42 PM മുതൽ ജൂൺ 1 രാത്രി 9:36 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഈ ദിവസങ്ങളിലെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ സ്വക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരുന്നു. കൂടാതെ 31 ശുക്രൻ മേടം രാശിയിലേക്കും വരുന്നു. ഫലം പറയുന്നതിന് മുമ്പ് സാധാരണ പറയുന്ന കാര്യങ്ങൾ പറയാം. ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ഈ ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും 1-2% ഫലപ്രാപ്തി കുറയും. അപ്പോൾ ഞങ്ങൾ ദക്ഷിണ പണമായിട്ട് ചോദിക്കുന്നില്ല. അതിന് പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. ഇവർക്ക് ശുക്രൻ ലഗ്നത്തിലേക്ക് വരുന്നു, ജന്മത്തിലേക്ക് വരുന്നു. ശുക്രൻ ജന്മത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ബുധൻ 2-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. സർപ്പം അഥവാ രാഹു 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. കേതു 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. എങ്കിലും ഇവർക്ക് 7 ശനിയാണ്. ചൊവ്വ 4-ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ശനിയും ചൊവ്വയും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ദോഷഫലങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ശനിയാഴ്ച വ്രതം എടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച വ്രതം എടുത്ത് മുരുകക്ഷേത്രത്തിൽ അഥവാ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. അപ്പോൾ ശുക്രൻ ഈ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ കുറയും. ശനി 7 ശനിയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. എങ്കിലും ശുക്രൻ അതിനൊരു പ്രതിവിധിയായിട്ട് നിൽക്കും. പിന്നെ ഇവിടെ ശുക്രനും ബുധനും അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഒരുമിച്ച്. ബുധൻ 2-ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുന്നു. ശുക്രൻ ജന്മത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഈ ശുക്രൻ ബുധനും കൂടെ ചേർന്ന് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാക്കും. പിന്നെ ഒരു പരിധി വരെ ഇവർക്ക് ധനപരം ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ലൗകിക സുഖങ്ങൾ ആസ്വദിക്കാൻ പറ്റും. എങ്കിലും ഈ ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും നിങ്ങൾ വ്രതമെടുത്ത് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. പിന്നെ സർപ്പം അഥവാ രാഹു 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വയ്ക്കുന്നു. അപ്പോൾ ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ശനിയും ചൊവ്വയും പ്രതികൂലമാണ്. അതുകൊണ്ട് അതിനൊക്കെ ഒരു തടസ്സം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും വ്രതമെടുത്ത് ക്ഷേത്ര ദർശനം നടത്തുക, ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. എങ്കിലും പൊതുവേ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഞങ്ങൾ പ്രവചിക്കുന്നത്. ഇനി ഇടവൻ രാശി. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും സൂര്യനും ബുധനും ജന്മത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവാമെങ്കിലും ശനി, വ്യാഴം
ഇത് രണ്ടും അനുകൂലമാണ്, ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികൂലാവസ്ഥ, സൂര്യൻ്റെയും ബുധൻ്റെയും പ്രതികൂലാവസ്ഥ കുറഞ്ഞു കിട്ടും. തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അത് ഇവർക്ക് മറികടക്കാൻ പറ്റും. പ്രത്യേകിച്ച് ചൊവ്വ 3-ാം ഭാവത്തിൽ നീചരാശിയിലാണെങ്കിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ നിയമപ്രശ്നങ്ങൾ, ഈ തൊഴിൽ പ്രശ്നങ്ങളെന്ന് പറയുമ്പോഴും ഈ നിയമപ്രശ്നത്തിൻ്റെ വേറൊരു രൂപമാണ്. അപ്പോൾ അതൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും. കാരണം ചൊവ്വ മാത്രമല്ല, ശനിയും വ്യാഴവും ഇവിടെ ചന്ദ്രനും അനുകൂലമാണ്, ശുക്രൻ അനുകൂലമാണ്. 12-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് അനുകൂലമായിട്ടുള്ള ഫലം തരും. അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം തന്നെ ഒരു വിജയസാധ്യത പൊതുവെ നിലനിൽക്കും. കാരണം ശനിയും വ്യാഴവും, ഇവിടെ ചൊവ്വയും ചന്ദ്രനും ശുക്രനും ഒക്കെ അനുകൂലമാണ്. സൂര്യൻ്റെ പ്രതികൂലാവസ്ഥ മറികടക്കാൻ ഇവ സഹായിക്കും. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഞായറാഴ്ച, തിങ്കളാഴ്ച, ശനിയാഴ്ച ക്ഷേത്ര ദർശനം നടത്തുക. പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ, അതായത് പാർവതി സമേതനായ ശിവൻ പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ നേട്ടങ്ങൾ, അതായത് ശനിയും വ്യാഴവും, വ്യാഴം കൊണ്ട് സർവ്വവിധ സൗഭാഗ്യം, ലൗകിക സുഖങ്ങൾ, ശുക്രനും വ്യാഴവും ഇവിടെ അനുകൂലമാണ്. അപ്പോൾ ചന്ദ്രനും അനുകൂലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബന്ധങ്ങൾ സുദൃഢമാവും, എല്ലാ തരത്തിലുള്ള ബന്ധങ്ങൾ സുദൃഢമാവും. കൂടാതെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അപ്പോൾ ഇടവൻ രാശിക്ക് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഈ 31 ജൂൺ 1 ദിവസങ്ങൾ. ഇനി മിഥുനം രാശി. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാരണം ശനി കർമ്മഭാവത്തിലാണെങ്കിലും 10-ാം ഭാവത്തിൽ കണ്ട ശനിയാണ്. പിന്നെ വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല. പക്ഷെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് സൂര്യനും ബുധനും 12-ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. 3 ഗ്രഹങ്ങൾ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത്. ശിഖി അഥവാ കേതു, സർപ്പം, ശുക്രൻ. ശുക്രൻ വന്നിട്ട് 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തിലാണെങ്കിലും പൊതുവെ ഈ ശനിയും വ്യാഴവും പ്രതികൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ഫലം കുറഞ്ഞിരിക്കും, ഗുണഫലം കുറഞ്ഞിരിക്കും. പിന്നെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ മറികടക്കാൻ ക്ഷേത്ര ദർശനം ഉപകരിക്കും. ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച ഇവർ ക്ഷേത്ര ദർശനം നിർബന്ധമായിട്ട് നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഏറ്റവും വലിയൊരു തുളസിമാല ഭഗവാൻ സമർപ്പിച്ചാൽ വ്യാഴം കൊണ്ടുള്ള അസ്വസ്ഥതകൾ നീങ്ങിക്കിട്ടും. കൂടാതെ തീർച്ചയായിട്ടും ശിവക്ഷേത്രത്തിൽ പാർവതി സമേതനായ ശിവനെ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അല്പം ദോഷാധിക്യമുള്ളത് നമുക്ക് മറികടന്ന് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. ഇനി കർക്കിടകം രാശി. കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാമെങ്കിലും ചൊവ്വ, രാഹു, ശനി, വ്യാഴം ഈ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അതിൽ തന്നെ ശനി 9-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. എങ്കിലും അവിടെ നമുക്ക് പൂർണ്ണമായിട്ടും അനുകൂലമല്ല ശനി.
അതുപോലെ തന്നെ വ്യാഴം 12ാം ഭാവത്തിൽ പ്രതികൂലമാണ്. ചൊവ്വ ജന്മത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അതേസമയം ചന്ദ്രൻ ജന്മത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും ഇവർക്ക് ഈ സൂര്യനും ബുധനും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവാം. എങ്കിലും ഈ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ അതിനൊക്കെ തടസ്സം ഉണ്ടാവും. തീർച്ചയായിട്ടും ഇവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചൊവ്വ ജന്മത്തിലാണ്, അഷ്ടമത്തിൽ രാഹുവുണ്ട്. അപ്പോൾ സർപ്പവിഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. ആയില്യം ദിവസം 100 പാലും പുള്ളുവൻ പാട്ടും നടത്തുക. 9ാം ഭാവത്തിൽ ശനി ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. എങ്കിലും നമ്മൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ക്ഷേത്രദർശനം നടത്തുക. അതും നമുക്ക് ശിവനെയാണ് പ്രധാനമായിട്ടും ഭജിക്കേണ്ടത്. കാരണം ഈ ശാരീരിക മാനസിക അസ്വസ്ഥതകൾക്ക് ശിവക്ഷേത്രത്തിലാണ് നമ്മൾ വഴിപാട് നടത്തി ക്ഷേത്രദർശനം നടത്തേണ്ടത്. ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് പെട്ടെന്ന് ക്ഷിപ്രപ്രസാദിയായ ശിവനെ ഭജിക്കുക. തീർച്ചയായിട്ടും മഹാവിഷ്ണുവും ശ്രീകൃഷ്ണനുമൊക്കെ അല്പം താമസിച്ചേ ഫലം തരുകയുള്ളൂ. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ നമ്മളെ കുറേയൊക്കെ പരീക്ഷിച്ച് ഉണ്ണിക്കണ്ണൻ നമ്മളെ അല്പം കരയിച്ചതിന് ശേഷം, നമ്മുടെ കണ്ണീര് വന്നതിന് ശേഷമേ എല്ലാം കൂടെ ഒരുമിച്ച് ആ അനുഗ്രഹങ്ങളെല്ലാം ഒരുമിച്ച് ഭഗവാൻ തരുവുള്ളൂ. അത് വളരെയധികം കാലം നിലനിൽക്കുകയും ചെയ്യും. അതേസമയം ശിവനെ ഭജിച്ചാൽ പെട്ടെന്ന് ഫലം കിട്ടും. പക്ഷെ ആ സമ്പത്ത് നമ്മുടെ കയ്യിൽ ഇരിക്കില്ല, മറ്റൊരു രൂപത്തിലേക്ക് അത് രൂപാന്തരപ്പെടും. എനിവേ, ഇവർക്ക് സൂര്യനും ബുധനും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. അതാണ് ഇവർക്ക് ഏറ്റവും ഗുണകരമായിട്ട് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുക. തീർച്ചയായിട്ടും ആ തൊഴിൽപരമായിട്ടുള്ള നേട്ടവും സന്താന നേട്ടവും അതുപോലെ തന്നെ പിതൃഗുണവും ഒക്കെ അനുഭവത്തിൽ വരാൻ എല്ലാ ദിവസവും ക്ഷേത്രദർശനം നടത്തുക. പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ നേട്ടങ്ങൾ ഉണ്ടാവാം. ഇനി ചിങ്ങം രാശി, മകം പൂര ഉത്രം ആദ്യപാദം. ചിങ്ങം രാശിക്ക് 5 ഗ്രഹങ്ങൾ പ്രതികൂലവും 4 ഗ്രഹങ്ങൾ അനുകൂലവുമാണ്. അപ്പോൾ ഇവർക്ക് സർപ്പം, ശിഖി, ശനി, ചൊവ്വ, ചന്ദ്രൻ ഇവയൊക്കെ ഡയറക്റ്റായിട്ട് പ്രതികൂലങ്ങളാണ്. അപ്പോൾ ഇവരും എല്ലാ ദിവസവും ക്ഷേത്രദർശനം നടത്തുക. അതേസമയം ഇവർക്ക് കർമ്മഭാവത്തിൽ സൂര്യനും ബുധനുമുണ്ട്. വ്യാഴം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തുണ്ട്. ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് അനുകൂല ഫലം തരും. എങ്കിലും പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ശനി, ചൊവ്വ, ശിഖി ഇവയൊക്കെ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. അത് പ്രധാനമായിട്ടുള്ള നേട്ടം ഞങ്ങൾ പറയുന്നത് തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ്. സന്താന ഗുണം, പിതൃഗുണം ഒക്കെ ഉണ്ടാവും. എങ്കിലും കർമ്മ രംഗത്ത് ഒരു തിരക്ക് പിടിച്ച ഒരവസ്ഥ ഉണ്ടാവും. കാര്യം സൂര്യൻ ബുധനും കർമ്മഭാവത്തിൽ നിൽക്കുന്നു. അത് നിങ്ങൾക്ക് ആവേശപൂർവ്വം ചെയ്യാൻ പറ്റും, ഊർജ്ജസ്വലമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, അതുവഴി നിങ്ങൾക്ക് നേട്ടം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തുക. തീർച്ചയായിട്ടും ശിവക്ഷേത്രത്തിൽ അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും നിങ്ങൾ ദർശനം നടത്തി പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഈ വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയൊക്കെ ഗുണഫലങ്ങൾ
പരമാവധി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് തന്നെ ഫലം പറയാം. എങ്കിലും ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഗുണാധിക്യമാണ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുക. ഇനി കന്നിരാശി. ഇവിടെ നല്ല മഴയാണ്, ശബ്ദം ക്ലിയർ ആവുമോ എന്ന് അറിയില്ല. കൃഷ്ണ ഗുരുവായൂരപ്പ. ഇനി കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും 7ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടാക്കാം. അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് നമ്മൾ വിവേകപൂർവം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് മറ്റ് ഗ്രഹങ്ങളൊന്നും തന്നെ പ്രതികൂലമല്ല. ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇവർക്ക് സർപ്പം അഥവാ രാഹു ഇവർക്ക് 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശിക്കിയും അനുകൂലമായിട്ട് ഉള്ള ഫലം തരും. അതുപോലെ തന്നെ ചന്ദ്രനും ചൊവ്വയും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത് നിയമപ്രശ്നങ്ങളിൽ ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ സർപ്പം അനുകൂലമാണ്. അപ്പോൾ ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടമുണ്ടാവും. പൊതുവെ ഇവർക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. എങ്കിലും ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. തീർച്ചയായിട്ടും നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാവും. ഗുണാധിക്യമാണ് കന്നിരാശിക്ക് ഞങ്ങൾ പറയുന്ന ഫലം. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇവർക്ക് സൂര്യൻ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശുക്രൻ്റെ മാറ്റം ഇവർക്ക് അനുകൂലമല്ല എന്ന് പറയാനേ പറ്റത്തുള്ളൂ. പ്രതികൂലമെന്ന് പറയാൻ പറ്റില്ല. കാരണം ശുക്രൻ ഒരു ശുഭഗ്രഹമാണ്. ഓക്കെ. അപ്പോൾ ഇവർ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ വളരെ നല്ലത്. എങ്കിലും ഞായറാഴ്ച നിർബന്ധമായിട്ടും ശിവക്ഷേത്രത്തിൽ ഇവർ വഴിപാടുകൾ നടത്തുക. അപ്പോൾ സൂര്യൻ്റെ ആ ഒരു പ്രതികൂലാവസ്ഥ മറികടക്കാൻ അത് സഹായിക്കും. പക്ഷേ ഇവർക്ക് 7 ഗ്രഹങ്ങൾ അനുകൂലമാണ്, ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ഈ സൂര്യൻ്റെ പ്രതികൂലാവസ്ഥ ഇവർക്ക് നിസ്സാരമായിട്ട് മറികടക്കാൻ പറ്റും. തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. തൊഴിൽ രംഗത്ത് അല്പം അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുമെങ്കിലും അതൊക്കെ ഇവർക്ക് നിസ്സാരമായിട്ട് മറികടക്കാൻ പറ്റും. കാരണം എല്ലാ ഗ്രഹങ്ങളും ഇവർക്ക് അനുകൂലമാണ്. സൂര്യനൊഴിച്ച് ബാക്കി എല്ലാ ഗ്രഹങ്ങളും ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അപ്പോൾ അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇടിവെട്ട് സൗഭാഗ്യമാണ് ഇവർക്കുള്ളത്. അതുകൂടാതെ ചന്ദ്രൻ ഇവിടെ സ്വക്ഷേത്രത്തിലുമാണ്. അപ്പോൾ കർമ്മഭാവത്തിൽ 10ാം ഭാവത്തിൽ ഇവർക്ക് ചൊവ്വ നീചരാശിയിലാണ്. എങ്കിലും കർമ്മഭാവത്തിൽ ചൊവ്വ അനുകൂലം. ചന്ദ്രനും കൂടെയുണ്ട്, സ്വക്ഷേത്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ടാവും. സൂര്യൻ പ്രതികൂലമായിട്ട് പോലും. ഓക്കെ. അപ്പോൾ സൂര്യൻ്റെ പ്രതികൂലാവസ്ഥ ചൊവ്വ ഈ തൊഴിൽ പ്രശ്നങ്ങൾ മറികടക്കാൻ സഹായിക്കും. കൂടാതെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ ഇവർക്ക് നേട്ടങ്ങൾ, ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ വ്യാഴം 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്തേക്കാണ്. സർവ്വവിധ സൗഭാഗ്യം, ലൗകിക സുഖങ്ങൾ എല്ലാം ഇവർക്ക് കരഗതമാവും. കൂടാതെ ശനി 6ാം ഭാവത്തിലെ അത്യധികം ഗുണാധിക്യം തരുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഇവർക്ക് ഏർപ്പെടുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളിലും വിജയസാധ്യത ഏതാണ്ട് 90% സാധ്യതയാണ്. കൂടാതെ 5ാം ഭാവത്തിൽ രാഹുവും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത്
ശിഖിയുമുണ്ട്. അപ്പോൾ ശിഖിയുടെ ഒരു ഗുണം ഞങ്ങൾ പറയുന്നത് ഇതാണ്: സംസാര കലയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് നേട്ടമുണ്ടാവും. അതുമാത്രമല്ല, ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾ കേൾക്കുകയും അത് ഗൗരവത്തിലെടുത്ത് അതിനനുസരിച്ചുള്ള ഒരു അനുകൂലമായിട്ടുള്ള പ്രതികരണം അവരിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും. കൂടാതെ 5-ാം ഭാവത്തിലെ സർപ്പം ഈ 11-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദൃഷ്ടിയും കൂടെ ആവുമ്പോൾ ഇവർക്ക് ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ ബുധൻ ഇവിടെ അഷ്ടമത്തിൽ അനുകൂലവുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സംസാര കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കെല്ലാം തന്നെ നേട്ടമുണ്ടാകുന്ന ദിവസങ്ങളാണ്. പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് മെയ് 31, ജൂൺ 1 തീയതികൾ. ഇനി വൃശ്ചികം രാശി. വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് ഒരു ഗ്രഹങ്ങളും ഇല്ലെങ്കിലും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് വ്യാഴം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ ദിവസവും ക്ഷേത്രദർശനം നടത്തുന്നത് തന്നെയാണ് നല്ലത്. വൃശ്ചികം രാശിക്ക് ഈ പറഞ്ഞതൊക്കെ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഡയറക്റ്റായിട്ട് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് പൊതുവെ എല്ലാ ഗ്രഹങ്ങളും തരുന്നത്, വ്യാഴം ഒഴിച്ച്. അപ്പോൾ എടുത്തു പറയത്തക്ക കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. വലിയ ദോഷങ്ങളൊന്നും തന്നെ സംഭവിക്കില്ല, ഉറപ്പായിട്ടും പറയാം. പിന്നെ ഈ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് ഗ്രഹങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കാര്യമായ ഒരു ഫലപ്രയോജനത്തിന് വിശദീകരിച്ചുള്ള ഒരു ഫലപ്രയോജനത്തിൻ്റെ കാര്യമില്ല. ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പ്രതീക്ഷിക്കാം വൃശ്ചികം രാശിക്ക്. ഇനി ധനുരാശി. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. 6 ഗ്രഹങ്ങൾ ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നു. വ്യാഴം 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും. ശുക്രനും അനുകൂലമാണ്. ഇവിടെ 5-ാം ഭാവത്തിൽ ശുക്രൻ അനുകൂലമാണ്. അപ്പോൾ ബന്ധങ്ങൾ സുദൃഢമാവും. ദാമ്പത്യ ജീവിതത്തിൽ മാത്രമല്ല, വിവാഹം കാത്തു നിൽക്കുന്ന യുവതികൾക്ക് നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ പ്രണയ വിഷയങ്ങളിലും അനുകൂലമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും. സർവവിധ സൗഭാഗ്യം. പിന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം. 6-ാം ഭാവത്തിൽ സൂര്യനും ബുധനും ഒരുമിച്ച് അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, സന്താന നേട്ടം, പിതൃഗുണം ഇവയൊക്കെ അനുഭവത്തിൽ വരും. അതുപോലെ സർപ്പം 3-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് കേതുകൊണ്ട്. അപ്പോൾ ഇവർക്ക് ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും. എങ്കിലും ശനി, ചൊവ്വ ഇവയൊക്കെ പ്രതികൂലങ്ങളാണ്. ചൊവ്വ അഷ്ടമത്തിലുമാണ്, ശനി കണ്ടകശനിയുമാണ്. അപ്പോൾ ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും വ്രതമെടുത്ത് ക്ഷേത്ര ദർശനം നടത്തുക. ഇവർക്ക് മറ്റ് മേഖലകളിലെല്ലാം ഈ ശനിയും ചൊവ്വയും പ്രതികൂലമാണെങ്കിലും ഇവർക്ക് നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും നമ്മൾ വ്രതമെടുത്ത് ക്ഷേത്ര ദർശനം നടത്തുക. തീർച്ചയായിട്ടും ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഞങ്ങൾ എടുത്തു പറയാം. ഇനി മകരം രാശി. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഞങ്ങൾ പറയുന്നത്. ശനി ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിക്കാം. വിജയസാധ്യത നിലനിൽക്കുകയാണ്. എങ്കിലും വ്യാഴം പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഏറ്റവും വലിയൊരു തുളസിമാല മഹാവിഷ്ണുവിന് അർപ്പിക്കുക. അതുപോലെ തന്നെ പാൽപ്പായസം ചെയ്യുക, മറ്റ് വഴിപാടുകൾ നടത്തുക. വ്യാഴാഴ്ച വ്രതമെടുത്ത്. അപ്പോൾ ഇവർക്ക്
വ്യാഴം കൊണ്ടുള്ള ആ പ്രതികൂലാവസ്ഥ മറികടക്കാൻ പറ്റും. അതുവഴി മറ്റ് നേട്ടങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാനും പറ്റും. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു. 3 ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അതുപോലെ തന്നെ ശനിയും ശുക്രനും അനുകൂലമാണ്. അപ്പോൾ ശനിയും ശുക്രനും കൈകോർത്ത് പിടിച്ച് ഇവർക്ക് നേട്ടങ്ങൾ വരും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും. എങ്കിലും പ്രധാനമായിട്ടും വ്യാഴാഴ്ച ക്ഷേത്ര ദർശനം ഒഴിവാക്കാൻ പാടില്ല. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും പാർവതി സമേതനായ ശിവനെ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തിയാൽ തീർച്ചയായിട്ടും ഈ ദിവസങ്ങൾ ഇവർക്ക് ഗുണാധിക്യമായിട്ടുള്ള ദിവസങ്ങളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. എങ്കിലും ശനിയും സർപ്പവും പ്രതികൂലമാണ്. ശനി 7 ശനിയായിട്ട് തുടരുന്നു. സർപ്പം ജന്മരാഹുവായിട്ട് നിൽക്കുന്നു. അപ്പോൾ ശനിയാഴ്ചയും മറ്റു ദിവസങ്ങളിലുമൊക്കെ ക്ഷേത്രദർശനം നടത്തുന്നതിന് പുറമെ പ്രധാനമായിട്ടും നമ്മൾ എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ആയില്യം ദിവസം ഇവർ 100 പാലും പുള്ളുവമ്പാട്ടും നിർബന്ധമായിട്ട് നടത്തുക. ജന്മരാഹുവിൻ്റെ പ്രതികൂലാവസ്ഥ കുറയ്ക്കാൻ ഇത് സഹായിക്കും. കൂടാതെ ഇവർക്ക് മറ്റ് ഗ്രഹങ്ങളുടെ, അതായത് പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ 5ാം ഭാവത്തിലാണ് വ്യാഴം. അപ്പോൾ പ്രേമകാര്യങ്ങളിൽ ഇവർക്ക് നേട്ടമുണ്ടാവും. വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും. അതുപോലെ ദാമ്പത്യ ജീവിതം സുഖകരമാവും. കൂടാതെ ബന്ധങ്ങൾ പൊതുവെ ഊഷ്മളമാവും. കാരണം ശുക്രനും ഇവിടെ വ്യാഴത്തോടൊപ്പം അനുകൂലമാണ്. അപ്പോൾ ബന്ധങ്ങൾ സുദൃഢമാവും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും. അതുവഴി ഇവർക്ക് ഭാവിയിൽ ഗുണകരമായ സംഭവങ്ങളുണ്ടാവും. ഇവിടെ ചൊവ്വയും ചന്ദ്രനും 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിയമപ്രശ്നങ്ങൾക്ക് ഇവർക്ക് നിയമപ്രശ്നങ്ങൾ മറികടക്കാൻ പറ്റും. കൂടാതെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. പിന്നെ ഇവിടെ ശുക്രനും ബുധനും അനുകൂലമാണ്. അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ ചന്ദ്രനും അനുകൂലമാണ്. അപ്പോൾ ദേഹസുഖം മനസ്സുഖം ഒക്കെ ഉണ്ടാവും. എങ്കിലും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശനിയും സർപ്പവും പ്രതികൂലമാണ്. അപ്പോൾ അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞു. അത് മറികടക്കാനുള്ള കാര്യം പറഞ്ഞു. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഗുണാധിക്യമുള്ള ഈ ദിവസങ്ങൾ കൂടുതൽ ഗുണകരമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ഇവിടെ ഇവർക്ക് ജന്മശനിയാണ്. അതുപോലെ 12ാം ഭാവത്തിൽ സർപ്പവും നിൽക്കുന്നു. പ്രതികൂലങ്ങളാണ്, ഡയറക്റ്റായിട്ട് പ്രതികൂലങ്ങളാണ്. അപ്പോൾ ശനിയാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും ഇവർ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. അതുപോലെ ശനിയാഴ്ച വ്രതമെടുത്ത് ക്ഷേത്ര ദർശനം നടത്തുക. ഇവർക്ക് പ്രധാനമായിട്ടും ഗുണകരമായിട്ടുള്ള നിൽക്കുന്നത് സൂര്യനാണ്. സൂര്യൻ ഇവിടെ 3ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. പിതൃഗുണം, സന്താന നേട്ടം. ഇത് കൂടാതെ ശുക്രൻ 2ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. എങ്കിലും പ്രധാനമായിട്ട് ഇവർക്ക് 3 ഗ്രഹങ്ങൾ മാത്രമേ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളൂ. എങ്കിലും ശനിയുടെയും സർപ്പത്തിൻ്റെയും പ്രതികൂലാവസ്ഥ മറികടക്കാൻ ഇവർ ക്ഷേത്ര ദർശനവും മന്ത്രജപങ്ങളും ഒക്കെ അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഈ ദിവസങ്ങൾ ഗുണാധിക്യമുള്ള ദിവസങ്ങളായി മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം. 31/5/2025 പൊതുവെ എല്ലാവർക്കും ഭാഗ്യമുള്ള ഒരു ദിവസമായിരിക്കും. കാരണം അതിൻ്റെ റൂട്ട് നമ്പർ മൂലസംഖ്യ 9 വരുന്നു. അപ്പോൾ 9 തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യയെങ്കിലും 8ഉം തുല്യ പ്രാധാന്യത്തോടെ
ഭാഗ്യസംഖ്യ തന്നെയാണ്. പിന്നെ 4, 1, 3, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ 5198, 5193 എന്നീ കോമ്പിനേഷൻസിൻ്റെ 24 കോമ്പിനേഷൻ വീതം അത്യധികം ഭാഗ്യമുള്ള ഒരു കൂടിച്ചേരലുകളാണ്. അപ്പോൾ അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ ഭാഗ്യപരീക്ഷണത്തിൽ മുതിരുക. 1/6 ജൂൺ 1-ാം തീയതി, അതായത് 1/6/2025 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 6, 9, 8, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. മെയ് 31, ജൂൺ 1 എന്നീ തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം രാവിലെ 4:30 AM മുതൽ രാവിലെ 5:18 AM വരെയാണ്. മെയ് 31, ജൂൺ 1 എന്നീ തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം മെയ് 31-ാം തീയതിയും ജൂൺ 1-ാം തീയതിയും ഉച്ചയ്ക്ക് 11:59 AM മുതൽ ഉച്ചയ്ക്ക് 12:49 PM വരെയാണ്. മെയ് 31, ജൂൺ 1 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. മെയ് 31-ാം തീയതി രാവിലെ 9:15 മുതൽ രാവിലെ 10:50 AM വരെയാണ് മെയ് 31-ാം തീയതി രാഹുകാലം. ജൂൺ 1-ാം തീയതി രാഹുകാലം വൈകിട്ട് 5:08 PM മുതൽ വൈകിട്ട് 6:42 PM വരെയാണ് രാഹുകാലം. ജൂൺ 1-ാം തീയതി രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. പിന്നെ ഭാഗ്യ നിറങ്ങൾ പറയാം. 31-ാം തീയതി ശനിയാഴ്ച കറുപ്പ്, നീല. 1-ാം തീയതി ജൂൺ 1-ാം തീയതി ഞായറാഴ്ച ചുവപ്പ്, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാവുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.